നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സിൻസി, ന്യൂസ് 2 നിന്നാണ് സംസാരിക്കുന്നത്. മെയ് 22-ാം തീയതി 2025 ബഡ്ജറ്റ് നമ്മുടെ ഫൈനാൻസ് മിനിസ്റ്റർ നിക്കോള വിൽസ് അനൗൺസ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൽ ഹെൽത്ത് സെക്ടറിലേക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നതാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം, ന്യൂസിലൻഡിലെ ഗവൺമെൻറ് എന്ന് പറഞ്ഞെങ്കിൽ 3 വർഷത്തെ കാലാവധിയാണുള്ളത്. അപ്പം 3 വർഷത്തേക്ക് കൂടി 2024 ബഡ്ജറ്റ് അവതരിപ്പിച്ച സമയത്ത് $16.68 ബില്യൺ അനുവദിച്ചിരുന്നത്. അപ്പോൾ അത് 3 വർഷത്തേക്ക് കൂടിയായിരുന്നു. അപ്പോൾ അതിൽ 1/3 തുകയാണ് ഈ വർഷം നമുക്ക് അനുവദിച്ചിരിക്കുന്ന തുകയെന്ന് പറഞ്ഞെങ്കിൽ. അപ്പോൾ അത് ഏത് രീതിയിലേക്കാണ് ഡിവൈഡ് ചെയ്ത് പോയിരിക്കുന്നതെന്നാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കൂടുതലായിട്ടും ആളുകൾ ഹെൽത്ത് സെക്ടറിലാണ് ജോലി ചെയ്യുന്നത്, അല്ലേ? നമ്മുടെ മലയാളികൾ കൂടുതലായിട്ട് വന്നിരിക്കുന്നത്, കൂടുതൽ ആളുകളും ജോലി ചെയ്യുന്നത് ഹെൽത്ത് സെക്ടറിൽ തന്നെയാണ്. അതുപോലെ തന്നെ കൂടുതൽ ആളുകൾ ജോലിക്ക് വേണ്ടി ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും അല്ലെങ്കിൽ അതിനുവേണ്ടി കാത്തിരിക്കുന്നതും ന്യൂസിലൻഡിലെ ഹെൽത്ത് കെയറിലേക്ക് വരുവാൻ വേണ്ടിയാണ് കൂടുതൽ ആളുകളും കാത്തിരിക്കുന്നതും. എന്നാൽ എന്തൊക്കെ പുതിയ മാറ്റങ്ങളാണ് വരുന്നതെന്നാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. $5.5 ബില്യൺ ഈ വർഷത്തേക്ക് ഹെൽത്ത് കെയറിലേക്ക് അനുവദിച്ചിരിക്കുന്ന തുകയെന്ന് പറഞ്ഞെങ്കിൽ. അപ്പോൾ അത് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്ത് പോയിരിക്കുന്നതെന്ന് ഞാൻ നിങ്ങളുമായി ഒന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ ഇപ്പോഴത്തെ രീതിയിൽ അനൗൺസ് ചെയ്തിരിക്കുന്ന കാര്യമെന്ന് പറഞ്ഞെങ്കിൽ, ന്യൂസിലൻഡിലെ ജനങ്ങൾക്ക് ഡോക്ടേഴ്സിനെ കാണുവാനും സ്പെഷ്യലിസ്റ്റിനെ കാണുവാനും അതുപോലെ തന്നെ വെയിറ്റിംഗ് ലിസ്റ്റ് കുറയ്ക്കുവാൻ വേണ്ടി, അതായത് ഇലക്റ്റീവ് സർജറികൾക്കായി ഉള്ള വെയിറ്റിംഗ് ലിസ്റ്റ് കുറയ്ക്കുവാനും, അതുപോലെ തന്നെ ന്യൂസിലൻഡിലെ ജനങ്ങൾക്ക് ജനറൽ പ്രാക്ടീഷണേഴ്സിനെ കമ്മ്യൂണിറ്റി സെറ്റിങ്ങിലും അതുപോലെ തന്നെ പ്രൈമറി ഹെൽത്ത് സെറ്റിങ്ങിലേക്കും കൂടുതലായിട്ട് ജനറൽ പ്രാക്ടീഷണേഴ്സിനും നേഴ്സ് പ്രാക്ടീഷണേഴ്സിനും അവൈലബിലിറ്റി കൊടുത്തുകൊണ്ട് അവരുടെ ഹെൽത്തിലേക്ക് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഇത്രയും തുക അനുവദിച്ചിരിക്കുന്നത്. ഈ $447 മില്യൺ പ്രൈമറി ഹെൽത്ത് സെക്ടറിലേക്ക് അനുവദിച്ചിരിക്കുന്നത്. അതായത് ന്യൂസിലൻഡിലെ ജനങ്ങൾക്ക് GPമാരെ കാണുവാൻ വേണ്ടി, അതായത് ജനറൽ പ്രാക്ടീഷണേഴ്സിനെ കാണുവാൻ വേണ്ടി. സാധാരണയായി ന്യൂസിലൻഡിലെ ജനങ്ങൾ, നമുക്കറിയാം, ന്യൂസിലൻഡിലുള്ളവർ നമുക്കൊരു ചെറിയൊരു ജലദോഷം, ഒരു പനി അല്ലെങ്കിൽ ഒരു ചെറിയൊരു കാര്യങ്ങൾ വന്നെങ്കിൽ നമ്മൾ സ്ട്രെയിറ്റ് ഹോസ്പിറ്റലിലേക്കല്ല പോകുന്നത്. നമുക്ക് GP പ്രാക്ടീഷണേഴ്സ് പല സെക്ടറിലും മെഡിക്കൽ സെൻ്ററുകളുണ്ട്, അപ്പോൾ അല്ലെങ്കിൽ GP ക്ലിനിക്കുകളുണ്ട്. അവിടെയാണ് നമ്മൾ പോയി ഡോക്ടേഴ്സിനെ കാണുന്നത്, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ളവിടുത്തെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്ന് പറഞ്ഞെങ്കിൽ വെയിറ്റിംഗ് ടൈം, ഒരു GPനെ കാണുവാനുള്ള വെയിറ്റിംഗ് ടൈം എന്ന് പറഞ്ഞെങ്കിൽ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ചയാണ്. അപ്പോൾ അത് കുറച്ചുകൊണ്ട് 24 hours ഓൺലൈൻ ഹെൽത്ത് കെയർ കൊടുക്കുക എന്നുള്ളതാണ്. അതായത് 24 hours GPമാരായിട്ടോ അല്ലെങ്കിൽ നേഴ്സ് പ്രാക്ടീഷണേഴ്സോ ആയിട്ടോ ഓൺലൈനിലുള്ള സംവാദം നടത്തിക്കൊണ്ട് ഓൺലൈനിലൂടെ മെഡിക്കേഷൻസ് അല്ലെങ്കിൽ പ്രിസ്ക്രിപ്ഷൻ റിന്യൂ ചെയ്യുവാനുള്ള സാഹചര്യങ്ങൾ, അതുപോലെ തന്നെ ഓൺലൈൻ ഹെൽത്ത് കെയർ കൊടുക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കൂടുതലായിട്ട് 100 GP ജനറൽ പ്രാക്ടീഷണേഴ്സിനെ പുതിയതായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ നേഴ്സ് പ്രാക്ടീഷണേഴ്സിനുള്ള കൂടുതലായിട്ടുള്ള ഫണ്ടിങ്ങും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ $447 മില്യൺ ഈ പ്രൈമറി ഹെൽത്ത് സെക്ടറിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്ന തുകയെന്ന് പറഞ്ഞത്. ഇനി അടുത്തതായിട്ട് പറഞ്ഞിരിക്കുന്നത് ഏജ്ഡ് കെയർ സെക്ടറിലേക്ക് നല്ലൊരു തുക ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഇൻ്ററിം കെയറിന് വേണ്ടിയാണ്. അതായത് പബ്ലിക് ഹോസ്പിറ്റലിൽ നിന്ന് ഏജ്ഡ് കെയറിലേക്ക് എത്തുന്നതിന് മുമ്പിലുള്ള ഇൻ്ററിം കെയറിന് വേണ്ടിയാണ് ഈ ഒരു നല്ല ശതമാനം തുക ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതായത് അവിടെ പബ്ലിക് ഹോസ്പിറ്റലിലെ ബെഡ് ഒക്യുപ്പൻസി കുറച്ചുകൊണ്ട് ഇൻ്ററിം കെയർ ഏർപ്പെടുത്തുകയാണെങ്കിൽ കൂടുതലായിട്ടും ആ ട്രാൻസിഷന് എളുപ്പമായി മാറും. അതായത് പബ്ലിക് ഹോസ്പിറ്റലിൽ നിന്ന് കമ്മ്യൂണിറ്റി സെക്ടറിലേക്കുള്ള ട്രാൻസിഷൻ എളുപ്പമാക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി അടുത്ത അനുവദിച്ചിരിക്കുന്ന തുകയെന്ന് പറഞ്ഞെങ്കിൽ 2 ഹോസ്പിറ്റലുകളുടെ റീഡെവലപ്മെൻറ്റിന് വേണ്ടിയാണ് അടുത്തതായി തുക അനുവദിച്ചിരിക്കുന്നത്. അതായത് വെല്ലിംഗ്ടൺ ഹോസ്പിറ്റലിൻ്റെയും നെൽസൺ ഹോസ്പിറ്റലിൻ്റെയും റീഫർബിഷ്മെൻറ്റിന് അല്ലെങ്കിൽ ബിൽഡിങ്ങിന് വേണ്ടിയാണ് $1 ബില്യൺ അനുവദിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഓക്ലൻഡിലെ പല ഹോസ്പിറ്റലിൻ്റെയും എമർജൻസി സെക്ടറിലെ റീബിൽഡിങ്ങിന് വേണ്ടിയും തുക അനുവദിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, വെല്ലിംഗ്ടൺ ഹോസ്പിറ്റലിനും നെൽസൺ ഹോസ്പിറ്റലിനും റീബിൽഡിംഗ് ആണ് നടക്കുന്നത്. അപ്പോൾ അവിടെ കൂടുതലായിട്ടും ബെഡ് കപ്പാസിറ്റി ഉൾപ്പെടുന്നതായിരിക്കും. നെൽസൺ ഹോസ്പിറ്റലിൽ പറഞ്ഞിരിക്കുന്നത് 120 ബെഡ് കൂടുതൽ കപ്പാസിറ്റി കാണും എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, അതിലേക്ക് കൂടുതലായിട്ടും ഹെൽത്ത് സെക്ടറിലേക്ക് ജോബ് വേക്കൻസികൾ വരാൻ സാധ്യതയുണ്ട്. അതായത് പുതിയ ബെഡ് കപ്പാസിറ്റി വരുമ്പോൾ അവിടെ കൂടുതലായിട്ട് ജോബ് വേക്കൻസി വരാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അപ്പോൾ ഇനി അടുത്തായിട്ട് തുക അനുവദിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞെങ്കിൽ ക്യാൻസർ മെഡിക്കേഷന് വേണ്ടിയുള്ള ഫണ്ടിങ് ആണ്. നാഷണൽ ഗവൺമെൻറ് അവരുടെ ഇലക്ഷൻ ക്യാമ്പയിനിങ്ങിൽ തന്നെ പറഞ്ഞിരുന്ന ഒരു കാര്യമായിരുന്നു, ക്യാൻസർ മെഡിക്കേഷൻ്റെ ഫണ്ടിങ് ഫ്രീ ആക്കും, കൂടുതൽ ക്യാൻസർ മെഡിക്കേഷൻ്റെ അവൈലബിലിറ്റി ന്യൂസിലൻഡിലെ ജനങ്ങൾക്ക് കൊടുക്കും എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിന് കഴിഞ്ഞ വർഷം അത് കുറച്ച് ഡിലേ ആയി. ഈ വർഷം അതിലേക്ക് വേണ്ടി $1 ബില്യൺ അതിലേക്ക് അനുവദിച്ചിരിക്കുന്നത്. അതായത് ഫാർമാക്കിലേക്ക് കൂടുതൽ ഫണ്ട് കൊടുത്തിട്ടുണ്ട്. ക്യാൻസർ മെഡിക്കേഷന് വേണ്ടിയുള്ള ഫ്രീ ന്യൂസിലൻഡിലെ ജനങ്ങൾക്ക് ക്യാൻസർ മെഡിക്കേഷൻ ഫ്രീ ആയി കിട്ടും എന്നുള്ളതാണ് നമുക്കിപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചിരിക്കുന്നത്. അതിലേക്കാണ് $1 ബില്യൺ
ഡോളർ അനുവദിച്ചു. ഇനി അടുത്തതായിട്ട് അനുവദിച്ചിരിക്കുന്ന തുകയെന്ന് പറഞ്ഞെങ്കിൽ മെൻ്റൽ ഹെൽത്ത് കെയറിലേക്കാണ് തുക അനുവദിച്ചിരിക്കുന്നത്. മെൻ്റൽ ഹെൽത്ത് കെയറിലേക്ക് തുക അനുവദിച്ചിരിക്കുന്നത് പറഞ്ഞെങ്കിൽ മെൻ്റൽ സ്ട്രെസ് കോൾ ഔട്ട് വന്നു കഴിഞ്ഞെങ്കിൽ അതിനായി പ്രത്യേക ഫണ്ടാണ് അനുവദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് നമുക്ക് അടുത്തിടെ ഒരു കാര്യം സംഭവിച്ചത് തന്നെയാണ്. ഒരു മെൻ്റൽ ഹെൽത്ത് കെയറിൽ നിന്നൊക്കെ ഇൻമേറ്റ്സ് അബ്സ്കോണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അപ്പം അങ്ങനെ ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുക തന്നെ ചെയ്തു അങ്ങനെ ഇറങ്ങിപ്പോയപ്പോൾ. അപ്പോൾ അതിൻ്റെ സ്ട്രെസ്സ് മെൻ്റൽ സ്ട്രെസ്സ് കൂടുമല്ലോ അപ്പോൾ ആളുകളുടെ. അപ്പോൾ അത് കുറയ്ക്കുന്നതിന് വേണ്ടി പ്രത്യേക ഫണ്ടാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതായത് പ്രത്യേക ഒരു ഫോഴ്സ് തന്നെ കാണും മെൻ്റൽ സ്ട്രെസ് കോൾ ഔട്ടിന് വേണ്ടി പ്രത്യേക ഒരു ഫോഴ്സിനെ തന്നെ ഏർപ്പെടുത്തും എന്നുള്ളതാണ് ഇപ്പോഴത്തെ രീതിയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത്രയുള്ള കാര്യങ്ങളാണ് ഇപ്പോഴത്തെ രീതിയിൽ ഹെൽത്ത് കെയറിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്ന തുകയെന്ന് പറഞ്ഞെങ്കിൽ. അപ്പോൾ അതോടൊപ്പം തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞെങ്കിൽ ഇപ്പോഴും ടിഫാറ്റുവറ ഹെൽത്ത് കെയറിൽ റിഡൻഡൻസിയും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്ന സമയമാണ്. ഇപ്പോഴും പലരുടെയും ജോലി നഷ്ടപ്പെടുകയും ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ടിഫാറ്റുവറ ഹെൽത്ത് കെയർ വർക്ക് ചെയ്യുന്നവർക്ക് അറിയാവുന്ന കാര്യങ്ങളായിരിക്കും. ഇതുപോലെ 6 ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന് റിഡൻഡൻസിയും കാര്യങ്ങളും ഒക്കെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന സമയമാണ്. അവർക്ക് കുറച്ച് പേരുടെയൊക്കെ ജോലികൾ പോകാനൊക്കെ സാധ്യതയുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് അറിയുവാൻ സാധിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്തൂടെയാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതായത് മൗറി ഹെൽത്ത് കെയർ, സപ്ലൈ ചെയിൻ, IT ഹെൽത്ത്, പസഫിക് ഹെൽത്ത് കെയർ അങ്ങനെയൊക്കെയുള്ള സ്ഥലത്തു നിന്നാണ് കൂടുതലായിട്ടും റിഡൻഡൻസിയും കാര്യങ്ങളും ഒക്കെ ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുന്നത്. അതിൽ എത്രമാത്രം മുന്നോട്ട് പോകും അതിനുള്ള ഡിസിഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്ത് കൂടെ തന്നെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം പലർക്കും ജോലിയൊക്കെ നഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അതും കൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാവുന്നോർത്ത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞെങ്കിൽ. നന്ദി, നമസ്കാരം, ബൈ.